ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കിയത് ഇതുപോലത്തെ ഒരു ടൊയോട്ട കോളിസായിട്ട് നമ്മളിന്ന് ഉണ്ടാക്കിയിട്ട് തന്നെ കണ്ട. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കണം എന്നൊക്കെ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടി നമ്മളിങ്ങനെ നീളത്തുള്ള പീസസ് ഉണ്ട്. ആ പീസിൽ നമ്മൾ കുറച്ച് ലൈൻ ഇട്ടുണ്ട്. ഈ ലൈനിൻ്റെ അളവെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ വണ്ടിയുടെ മോൾ ഭാഗത്തെ അളവൊക്കെ കേട്ടോ. അത് നമ്മൾ ബോണറ്റ്, ഫ്രണ്ടിലത്തെ ഗ്ലാസ്, മോൾ ഭാഗം, ബാക്കിലത്തെ ഗ്ലാസ്, ബാക്കിലത്തെ ഇതാട്ടോ നമ്മളിങ്ങനെ ലൈനായിട്ട് വരച്ചിട്ടാണ് നമ്മൾ കാറിൻ്റെ ഷേപ്പ് ഇങ്ങനെ വരച്ചിട്ട് അന്ന് മടക്കിയെടുക്കുക. അതിൻ്റെ നമ്മൾ ഈ സൈഡ് ഭാഗം ഇങ്ങനെ ഒരു കട്ടുള്ള ഷീറ്റിൽ ഇങ്ങനെ മുറിച്ചെടുക്കുന്നുണ്ട് രണ്ടെണ്ണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ ആ മോൾ ഭാഗമില്ലേ, അത് നമ്മൾ നേരെ ഈ രണ്ട് സാധനം ഇങ്ങനെ സൈഡിലാക്കിയിട്ട് അത് സെൻട്രലാക്കിയിട്ട് ഇതിങ്ങനെ വെച്ച് ഒട്ടിച്ചെടുക്കുക കണ്ടിങ്ങനെ. അത് കഴിഞ്ഞിട്ട് നമ്മളൊരു ഗ്രില്ലൊക്കെ വെച്ചെടുത്തിട്ടുണ്ട് ഒരു ഷീറ്റിൽ തന്നെ. ആ ഷീറ്റ് നമ്മൾ നേരെ എടുത്ത് ഈ ഫ്രണ്ടിൽ ഒട്ടിച്ചെടുക്കുക. ഇപ്പോൾ അത് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നമ്മളൊരു ബമ്പർ ഇങ്ങനെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടായിരുന്നു, നമ്മൾ നേരെ ഫ്രണ്ടിൽ വെച്ച് ഒട്ടിച്ചെടുക്കുക. അതുപോലെ തന്നെ ബാക്കിലൊരു ബമ്പർ ഇങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ അത് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഷീറ്റിൽ തന്നെ ഒരു ബോണറ്റ് ഇങ്ങനെ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അത് നമ്മൾ നേരെ ഇങ്ങനെ ഫ്രണ്ടിൽ ഒട്ടിച്ചെടുക്കുക. ഇതിങ്ങനെ അങ്ങോട്ട് ഒട്ടിച്ചെടുക്കുക. ഇതിപ്പോൾ അത് ഒട്ടിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് രണ്ട് മിറർ കൂടി സൈഡിൽ ഒട്ടിച്ചെടുക്കുക. ഇതിപ്പോൾ അത് ഒട്ടിച്ച് സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മളിത് ഇങ്ങനത്തെ ഒരു ഷേപ്പ് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഷീറ്റ് തന്നെ അത് നമ്മൾ നേരെ ടയർ വെക്കണ ഇതില്ലേ, അതിൻ്റെ ഇവിടെ ഇങ്ങനെ വെച്ച് ഒട്ടിച്ചെടുക്കുക 4 സൈഡിലും. ഇതിപ്പോൾ അത് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇങ്ങനത്തെ നീളത്തിലുള്ള ഒരു ഷീറ്റ് എടുത്തിട്ട് നമ്മൾ നേരെ ഇതിൻ്റെ അടിയിൽ ഇതിങ്ങനെ വെച്ച് ഒട്ടിച്ചെടുക്കുക 2 സൈഡിലും. ഇപ്പോൾ അത് ഒട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബോഡിയുടെ പണി കഴിഞ്ഞിട്ട് ഏകദേശം. നമ്മൾ ഇങ്ങനെ ഒരു 4 ടയറിനാക്കി എടുത്തിട്ടുണ്ട്. നമ്മൾ പേപ്പർ റോൾ ചെയ്തെടുക്കുന്നതാണിത്. അതിനകത്തേക്ക് 2 ടൂത്ത് പിക്ക് ഇങ്ങനെ ഇറക്കി ചേർക്കുക. എന്നിട്ട് ഒരു കാർബണിൻ്റെ പീസിൽ 2 പേപ്പർ റോൾ ഇങ്ങനെ ഒട്ടിച്ചേർക്കുക. എന്നിട്ട് ആ ടൂത്ത് പിക്ക് കയറ്റി വെച്ചാൽ ആ ടയർ എടുത്ത് നമ്മൾ ആദ്യം ഇങ്ങനെ കയറ്റിയിട്ട് മറ്റേ ടയർ ഇങ്ങനെ വെച്ച് ഫിറ്റ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ അത് സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. കണ്ടോ, അപ്പോൾ ഇങ്ങനെ സ്മൂത്തായിട്ട് കറങ്ങും കേട്ടോ. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ ആ വണ്ടിയുടെ ഷേപ്പ് ഇങ്ങനെ ഒട്ടിച്ചെടുക്കുക. പൊട്ടിച്ചെടുത്തിട്ട് അതിൻ്റെ നമ്മളൊന്ന് പെയിൻറ്റ് ചെയ്തെടുക്കുക. ഇപ്പോൾ നമ്മൾ പെയിൻറ്റ് എടുത്തതാണ് കേട്ടോ. നമ്മൾ പച്ചയായിട്ട് അടിച്ചെടുത്താണ്, പച്ച വെള്ളയും. അപ്പോൾ നമ്മുടെ വണ്ടിയുടെ പണി ഇത്രേ ഉള്ളൂ കേട്ടോ. ഫ്രണ്ട്സ്, അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഈ സാധനം ഉണ്ടെന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്തിട്ട് കാണാം.